ഹലോ. അപ്പോൾ നമ്മൾ പാരീസിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് താഴത്തേക്ക് പോകാൻ പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് എടുത്തത് കേട്ടോ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ. വെച്ചാൽ രാവിലെ എണ്ണിച്ച് നന്ദൂട്ടനെയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തപ്പി നടക്കുന്നതൊക്കെ ഇച്ചിരി പാടുള്ള കാര്യമല്ലേ. അപ്പം കുഞ്ഞായതുകൊണ്ട് തന്നെ അവന് എണ്ണിക്കുമ്പം തന്നെ വിശക്കുകയും ചെയ്യുമായിരിക്കുമല്ലോ, നമുക്കും വിശക്കും. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എടുത്തത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സ്ക്രാമ്പിൾഡ് എഗ്ഗ്, സോസേജുകൾ, ചീസ്, ഹാം, പിന്നെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡ്രസ്സിങ്സും അങ്ങനത്തെ പല സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്നുടൻ രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ ദോശ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പാരീസിൽ നമ്മളെവിടെ പോയി ദോശ ഉണ്ടാക്കാൻ ഇന്ന് രാവിലെ, പിന്നുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തത്. അന്തൂട്ടൻ പ്ലേറ്റിൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയോ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ആദ്യം പ്ലേറ്റിലുള്ളത് കഴിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ 2 മെട്രോ സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ പേര് ക്രിമ്മേ, അങ്ങനെയാണ്. ഒരെണ്ണത്തിൻ്റെ പേര് റിക്കറ്റ്. ഇതെല്ലാം ഫ്രഞ്ച് പേരുകളായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിൽ നമ്മൾ ക്രിമ്മേ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് കയറാമെന്നാണ് വിചാരിച്ചത്. ഇവിടുന്ന് കയറി ലോവർ മ്യൂസിയം ആ സ്റ്റോപ്പിലേട്ടാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം പാരീസിലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ആ മ്യൂസിയം. അപ്പം ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് മെട്രോ കയറി പോകാൻ പോകുന്നത് കേട്ടോ. ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ട്രെയിൻ സ്റ്റേഷനുള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പാസ് മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ആ പാസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വട്ടം വേണമെങ്കിലും കയറും ഇറങ്ങുകയൊക്കെ ചെയ്യാം മെട്രോയിൽ. അതിന് വരുന്നത് 13 യൂറോയാണ്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ടുള്ള ടിക്കറ്റ്സും നമുക്ക് എടുക്കാൻ പറ്റും. ഞങ്ങൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് ഒരു ബസ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ഒരു ദിവസത്തെ മുഴുവൻ ട്രെയിൻ ടിക്കറ്റിന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള ടിക്കറ്റ്സാണ് എടുത്തത്. അത് ഒരു സൈഡിലോട്ട് 250 യൂറോയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്താ ഇങ്ങനത്തെ മാപ്പും കാര്യങ്ങളുമൊക്കെ എല്ലായിടത്തും തന്നെ എല്ലാ ട്രെയിൻ സ്റ്റേഷനും കാണും. അതനുസരിച്ച് നമ്മൾ നോക്കി കയറിയാൽ മതി. എല്ലാം തന്നെ ഫ്രഞ്ചിലായിരുന്നു കേട്ടോ പേരുകളെല്ലാം. എങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോലത്തെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അങ്ങനെ നമുക്ക് പോകേണ്ട മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ മെട്രോയിലൊക്കെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ പിടിച്ചിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറം കാഴ്ചകളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ മ്യൂസിയം സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മ്യൂസിയത്തിനുള്ളിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ബസ് ട്രിപ്പാണല്ലോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അതിനായിട്ട് ആ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയപ്പം തന്നെ കാഴ്ചകൾ തുടങ്ങി കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും എത്ര ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് പാരീസ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇതാണെങ്കിൽ മെയ് പകുതി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് തന്നെ ഇത്രയും തിരക്ക്. ശരിക്കും ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ആർച്ചാണ് കേട്ടോ ഇത്. 1806, 1808 ആ ഒരു കാലഘട്ടത്തിൽ പണിത ഒരു ആർച്ചാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ലോവർ മ്യൂസിയം വരുന്നത്. അപ്പോൾ ആ പാർക്കിലേക്ക് ചെന്നപ്പോൾ തന്നെ ദൂരെ നമുക്ക് ഐഫൽ ടവറിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റി കേട്ടോ. അതിലും വലിയൊരു സന്തോഷം എന്താണല്ലേ, TV-യിലും സിനിമയിലും പാട്ടിലും മാത്രം കണ്ടിട്ടുള്ള ഐഫൽ ടവറിൻ്റെ മുകൾ ഭാഗം അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. വേഗം തന്നെ നമുക്ക് ബസ്സിൽ കയറാനുള്ള ധൃതി ആയതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. അത് ആ കാണുന്ന കേട്ടോ ഞാൻ പറഞ്ഞ മ്യൂസിയം, അവിടെയാണ് നമ്മുടെ മൊണാലിസയുടെ പെയിൻറ്റിങ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ബസ് കിട്ടുന്ന സ്റ്റോപ്പ് നോക്കി നടന്നു. നമുക്ക് ഈ ഗൂഗിളും കാര്യങ്ങളൊക്കെ ഫോണിലുള്ളത് കാരണം ഇതൊക്കെ തപ്പി നടക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു കേട്ടോ.
അങ്ങനെ ഇതാ കാണുന്ന റെഡ് ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഓൺലൈനിലാണ് കേട്ടോ ഇതിൽ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഞങ്ങൾ ബസ് റൈഡ് വിത്ത് ബോട്ട് റൈഡാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് 68 യൂറോ അങ്ങനെയാണ് വന്നേക്കുന്നത്. നന്ദൂട്ടനും ആയി കേട്ടോ, ഏകദേശം ഒരു 65 യൂറോയോളം നന്ദൂട്ടനും അവരെടുത്തിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ നമ്മുടെ പാരീസ് കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന റിവറാണ് കേട്ടോ, പാരീസിലെ പ്രധാനപ്പെട്ട റിവറാണ്. സെൻ റിവർ എന്നാണ് ഇതിന് പറയുക കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള മിക്ക കാഴ്ചകളും. ഇതാ അവിടുന്ന് നമ്മൾ ഐഫൽ ടവറിൻ്റെ മുകൾ ഭാഗം കണ്ടു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറേ നേരം ആ ബസ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്തായാലും ബസ് ടിക്കറ്റ് എടുത്ത് കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചത് നന്നായും തോന്നി. എന്ന് വെച്ചാൽ അത്ര അധികം കാഴ്ചകളുണ്ട് പാരീസിൽ ചെന്നാൽ കണ്ടു തീർക്കാൻ. അത് നന്ദൂട്ടനെ വെച്ചുകൊണ്ട് ഓരോ സ്റ്റോപ്പിലും കയറി ഇറങ്ങാൻ പോസിബിളും അല്ലായിരുന്നു. എന്തായാലും ഇതിൽ ആയതുകൊണ്ടെല്ലാം നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റി. ആ കാണുന്നതാണ് റോട്ടർഡാം പള്ളി. നമ്മൾ ഇവിടത്തെ സ്റ്റോപ്പിലൊന്ന് ഇറങ്ങി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു റീലിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. ഇവിടുത്തെ മിക്ക ബിൽഡിങ്സിനും അതിൻ്റേതായ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും കയറി ഇറങ്ങി പോകാമെന്ന് പറയുന്നത് പാടായതുകൊണ്ട് തന്നെ അവിടെ പോകുന്നവർ ഇങ്ങനത്തെ ഒരു ബസ് ട്രിപ്പോ ഒക്കെ ബുക്ക് ചെയ്താൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം വളരെ കുറച്ച് ദിവസത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. നന്ദൂട്ടനെ വെച്ചിട്ട് എല്ലായിടത്തും കയറി ഇറങ്ങി കാണലൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ആകെ 3 ഡേ ഉള്ളൂ പാരീസിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇത് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാത്തിൻ്റെയും പേര് ഫ്രഞ്ചിലായതുകൊണ്ട് തന്നെ ഞാൻ പ്രൊണൗൺസ് ചെയ്താൽ വേറെ വല്ലതൊക്കെ ആയിപ്പോവും എന്നുള്ള ഭയം കാരണം ആണ് ഞാൻ പേരുകൾ അങ്ങനെ പറയാത്തത് കേട്ടോ. പാരീസിലെ മെയിനായിട്ടുള്ള ഇവൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു പബ്ലിക് സ്ക്വയർ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വെച്ചാണ് പാരീസിലെ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കാറുള്ളത്. ഈ കാണുന്നത് ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഗ്രാൻഡ് പാലീസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. എക്സിബിഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ലൂയി വൂട്ടൻ്റെ വലിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഫാക്ടറിയും കൂടെ ഒക്കെ ഉൾപ്പെടുന്ന ഷോപ്പാണെന്ന് തോന്നുന്നു. അതായിരിക്കാം ഇത്രയും വലിപ്പം വരുന്നത്. നമ്മൾ അതിൻ്റെ അകത്തൊന്നും കയറി സമയം കളയാൻ നിന്നില്ല. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് പാരീസിലെ മറ്റൊരു അട്രാക്ഷനായിട്ടുള്ള ഒരു ആർച്ചാണ് കേട്ടോ ഇതും. ഇവിടുത്തെ സ്റ്റോപ്പിലും നമ്മൾ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബസ് ട്രിപ്പ് ആയതുകൊണ്ട് ബസ്സിൽ ഇരുന്നു കൊണ്ടുള്ള കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര വലുപ്പമാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്നൊക്കെ പോയി കാണുമ്പോൾ ഭയങ്കര
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഫോട്ടോഗ്രാഫിക് ഐഡിയാസൊക്കെ ഉള്ളവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നൊരു യൂ ടേൺ എടുത്ത് നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഗ്രാൻഡ് പാലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മ്യൂസിയത്തിൻ്റെ വാതിൽക്കൽ കൂടെ തന്നെയാണ് ഈ ബസ് മുന്നോട്ട് പോയത് കേട്ടോ. എന്ത് രസം ഉണ്ടായിരുന്നു എന്നറിയാമോ ഇതൊക്കെ കാണാൻ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ബിൽഡിങ്. അങ്ങനെ പാരീസിൽ എങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ കൊതി വരുന്ന കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് മറ്റൊരു മിലിറ്ററി ഹിസ്റ്ററി മ്യൂസിയം ആണ് കേട്ടോ. ഇതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ബിൽഡിങ്സിനും അതിൻ്റേതായ പ്രാധാന്യവും ഹിസ്റ്ററിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാലത്തിൻ്റെ 2 സൈഡിലായിട്ടുള്ള പില്ലേഴ്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം ആ സെയിം സെൻ റിവർ എന്ന് പറയുന്ന റിവർ തന്നെയാണ് കേട്ടോ. ഇതിനെ ക്രോസ് ചെയ്ത് ഒരുപാട് പാലങ്ങളുണ്ടായിരുന്നു. അതിൽ കൂടെ ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്തു കേട്ടോ. ഇത് പാരീസിലെ ഒരു ചർച്ചാണ് കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മുടെ മെയിൻ അട്രാക്ഷൻ്റെ സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബസ്സിൽ തുടക്കം തൊട്ടേ നമ്മൾ കയറിയിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫോട്ടോയിലും ഒക്കെ കണ്ടിട്ടുള്ളതിനേക്കാളും വലുപ്പവും ഭംഗിയൊക്കെ തോന്നി കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയത്. ഈ ബസ്സിലിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അടുത്തൂടെ നമുക്ക് യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീലും കിട്ടി കേട്ടോ. അപ്പം അതിൻ്റെ ശരിക്കുള്ളൊരു വലിപ്പവും ഒക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമായി. ആ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ തന്നെ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ആ ഒരു സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ പറ്റും എന്നൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഇവിടെയൊക്കെ വരാൻ പറ്റിയതിൽ ഈശ്വരനോട് ഒരുപാട് നന്ദി ഞാൻ ആ നിമിഷത്തിൽ പറഞ്ഞു കേട്ടോ. ഞങ്ങളങ്ങനെ ആ സ്റ്റോപ്പിൽ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്നുകൊണ്ട് എടുത്തു. അടുത്ത് നമുക്ക് ബോട്ട് റൈഡാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മനോഹരമായ വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു, ബൈ ബൈ.